അപ്പൊ ഞാൻ ശരിക്കും മുകേഷ് ഒരു കോട്ട് ഇടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പൊ മുകേഷ് പറഞ്ഞൊരു കമന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവതാരകൻ ആരാന്ന് സംശയം തോന്നുന്നു. കാര്യം ഞാനും ഇത് ഈ പണി ചെയ്തിട്ടുള്ള അത് എത്ര കാലം ചെയ്തു? അത് 125 എപ്പിസോഡ് ചെയ്തു. അത് പക്ഷേ കോട്ടിട്ടിരുന്നു. എതിരെ നിൽക്കുന്നവനെ കൊണ്ട് കോട്ടിടിപ്പിച്ചോ? ഇല്ല. ഫ്രീ ആക്കി വിട്ടു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മുകേഷ്? കാക്കക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനലിൽ നിന്ന് അല്ല സൂര്യ ടി വി. അപ്പം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പലരിടത്തും ചോദിച്ചു ഇങ്ങനെ. അപ്പൊ അമിതാഭ് ബച്ചൻ കോൻ ബനേഗ ക്രോർപതി അതിഗംഭീരമായിട്ട് ഭാഷയൊന്നും മനസ്സിലാകത്തില്ല. ആളുകൾ ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ഇത് ആർക്ക് സമ്മാനം കിട്ടുന്നു, നമ്മുടെ ആൾക്കാർക്കെല്ലാം ആർക്കിങ്ങനെ സമ്മാനം കിട്ടുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പലയിടത്തും ചോദിച്ചു. അപ്പം ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി, ചെയ്യരുത്, കാര്യം റോഡിൽ കൂടെ നടക്കുമ്പോൾ അമിതാഭ് ബച്ചൻ ചെയ്ത് വെച്ച് കലക്കിയോ നീ കൊണ്ട് കൊളമാക്കി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിച്ചു. ശ്രീനി ഇങ്ങനെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, അപ്പോൾ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു അമിതാഭ് ബച്ചൻ എന്തായാലും അമിതാഭ് ബച്ചനേക്കാൾ നന്നായിരിക്കും നീ. ഞാൻ പറഞ്ഞു അത്രയ്ക്ക് വേണോ? പ്രോത്സാഹനം. എടാ നീ മലയാളത്തിലല്ലേ ചെയ്യുന്നത്, നിന്റെ അത്രയും മലയാളം അമിതാഭ് ബച്ചൻ അറിഞ്ഞൂടല്ലോ, അപ്പൊ നീ എന്തായാലും അയാളെക്കാട്ടി നന്നായിരിക്കും. പക്ഷേ അപ്പോഴും ഈ 1 കോടി എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം കിട്ടുന്നതായാലും മതി. ഇപ്പൊ നമുക്ക് 20 ദിവസമായി ലോട്ടറി അടിച്ച 20 കോടി ആളിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമോ. കാര്യം അയാളെ കാണണം, കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായി. അല്ല ഇതിലേ മുകേഷ്, നമ്മള് 1 കോടിക്ക് വേണ്ടി തുടങ്ങിയ മത്സരമാണ്. 6.5 കോടി കൊടുത്തു കഴിഞ്ഞു, അതിൽ കൂടുതൽ കൊടുത്തു, ഇപ്പോഴും കിട്ടിയിട്ടില്ല 1 കോടി. അതുകൊണ്ട് 1 കോടി അടിച്ചു മാറ്റുന്ന ആളാണ്. കോടീശ്വരനെ പോലെ പ്രോഗ്രാം അവതരിപ്പിച്ച് ഇത്ര എപ്പിസോഡ് പിന്നിട്ടു. ഇനിയും ചിലപ്പോൾ 1 കോടി അടിച്ചു മാറ്റുന്ന ആളല്ലെന്ന് ആരറിഞ്ഞു? അയ്യോ എന്നെ പേടിപ്പിക്കരുത്. അല്ല മുകേഷ്, ഇപ്പൊ MLA ഒക്കെ ആയിരിക്കുക. അപ്പൊ ഈ 1 കോടി എങ്ങാനും കൈ കിട്ടി എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. നാടക നടീനടന്മാര് അവരുടെ ട്രൂപ്പ് നടത്തുന്ന എല്ലാവരും എനിക്ക് നേരിട്ടറിയാം. അവരെല്ലാവരും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ പൈസ കിട്ടിയാൽ ഞാൻ കൊല്ലത്തുള്ള ഒരു നാടക കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. നമ്മുടെ കുടുംബമായിരിക്കും തന്നെ. ഞാൻ വിചാരിച്ചത് ഏതോ ഒരു കുടുംബത്തിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. SN കോളേജിലെ കാലഘട്ടം മുകേഷ് ശരിക്കും എൻജോയ് ചെയ്തോ? ശരിക്കും ഞാൻ 5 കൊല്ലമായിരുന്നു SN കോളേജിൽ ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വേറെ കോളേജിൽ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ 5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയെന്ന് ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അത്രമാത്രം അനുഭവങ്ങളാണ് എല്ലാ തരത്തിലും. അവിടുത്തെ അധ്യാപകരാണെങ്കിലും കലാപ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും അവിടുത്തെ പ്രിൻസിപ്പൽ ശ്രീനിവാസൻ സാറാണെങ്കിലും ഒക്കെ ഒരുപാട് പാഠങ്ങളും ഇങ്ങനെ പരാജയങ്ങൾ, വഴക്കുകൾ, ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു നാടക കുടുംബത്തിൽ നിന്ന് വന്നു. മാത്രമല്ല ആ സമയത്ത് മാധവൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരാൾ ആ ചിനോയ്സ് റെസ്റ്റോറൻറ്റിന് മുന്നിൽ വെച്ചിട്ട് പരിചയപ്പെടുന്ന മുകേഷിന്റെ അച്ഛനാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അല്ല, മുകേഷിന്റെ മോനാന്ന് പറഞ്ഞു. തിരുത്തി കേട്ടോ, അത് കറക്റ്റായിട്ട് തിരുത്തി. അപ്പൊ ഈ ഒരു നാടക കുടുംബത്തിൽ നിന്നാണ് മുകേഷ് വന്നത്. അപ്പം മുകേഷിന് ഈ മിമിക്രിയിലോട്ട് മാറണം തോന്നിയിരുന്നു അന്ന്? അല്ല, നാടകം അന്ന് അമേച്വർ നാടകം, അതേപോലെ തന്നെ ഏകാംഗ നാടക മത്സരമൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള കാശില്ല നമ്മുടെ കയ്യിൽ. ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരെ സംഘടിപ്പിക്കണം, റിഹേഴ്സൽ നടത്തണം, ഡ്രസ്സ് വേണം, പിന്നെ മേക്കപ്പ് വേണം, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലപ്പി അഷ്റഫ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി വിന്നറാണ്, തൊട്ടപ്പുറത്ത് വിമൻസ് കോളേജിൽ ഒരു പരിപാടിക്ക് വന്നു. ബൈ ചാൻസിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ LK ശ്രീദേവി എന്ന് പറഞ്ഞിട്ടൊരു KSUവിൻ്റെ ലീഡറുണ്ട്. അവര് സെനറ്റ് മെമ്പറായിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു അത്ഭുതമുണ്ട്, ഒരു വിരുന്നാണ്. യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയ അഷ്റഫ്, ആലപ്പി അഷ്റഫ് നമ്മളവിടെ ഉണ്ട്. കട്ടൻ പൊക്കുമ്പോൾ അഷ്റഫ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കും താല്പര്യമായി. അഷ്റഫ് പറഞ്ഞ മിമിക്രി കേട്ടിട്ട് നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് പുറകെ നടന്ന് ഗംഭീരമായ തമാശകളും കോമഡിയും പിന്നെ കമന്റ്സും ഒക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത പെൺകുട്ടികൾ ഇയാളുടെ പ്രോഗ്രാം കണ്ടിട്ട് ചിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ഞാൻ തീരുമാനിച്ചു, ദിസ് ഇസ് മൈ വേ, ഞാൻ മിമിക്രി ആവണം. എന്നാലേ അങ്ങനെ പഠിച്ചു. തിയേറ്ററിൽ പോയി ടേപ്പ് ചെയ്തു, വീട്ടിൽ വന്നു കേട്ട് 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 പഠിച്ചിട്ടാണ് മിമിക്രിയിലോട്ട് വന്നത്. മിമിക്രി കഴിഞ്ഞപ്പോ പെൺകുട്ടികൾ കുറെ തിരിഞ്ഞു നോക്കിയോ? അവിടെ വെച്ച് ചിരിച്ച് അപ്പൊ തന്നെ പോകും. പിന്നെ വെയിറ്റ് പിന്നെ അഷ്റഫിനെ കണ്ടപ്പോ അഷ്റഫും പറഞ്ഞു അത് തന്നെ എനിക്ക്
പുള്ളിയുടെ അനുഭവം അത് തന്നെയായിരുന്നു. ഈ മുകേഷ് ആദ്യം അവതരിപ്പിച്ച മിമിക്രി ഈ ആർട്ടിസ്റ്റിനെ അനുകരിക്കുകയായിരുന്നു അതോ വേറെ എന്തെങ്കിലും ആയിരുന്നു? അന്നത്തെ കാലത്ത് ഈ ട്രെയിൻ വരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇല്ല, എന്നാലും ഇത് അന്ന് ആർട്ടിസ്റ്റിന്റെ ഒരു സമയമായിരുന്നു. ആർട്ടിസ്റ്റൊക്കെ എല്ലാവർക്കും അത്ഭുതമാണ്. ഇത്രയും ആർട്ടിസ്റ്റുകളെ അവതരിപ്പിക്കാമെങ്കിൽ പിന്നെ നിനക്ക് സിനിമയിലങ്ങ് കയറിക്കും, അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും അന്നത്തെയും ഒരു ഷ്രൂട്ട്നെസ്സും ഒരു ബുദ്ധിയും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, സുകുമാരൻ ചേട്ടൻ, ജയൻ, കമലഹാസൻ, ആലുംമൂടൻ, ഗോവിന്ദൻകുട്ടി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ സൗണ്ട് നല്ല പഠിച്ചു വെച്ചതിന് ശേഷം പ്രോഗ്രാം എന്ന് പറയുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ഇവരുടെയൊക്കെ സിനിമയിലുള്ള ഇമേജ് വെച്ചുകൊണ്ട് ആദ്യ രാത്രിയിൽ ഇവരുടെ ആദ്യ ഡയലോഗ് എന്തായിരിക്കും? ആദ്യ രാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ പെൺകുട്ടികളെല്ലാം അവര് അത് നാണമാണ്. ഇപ്പോഴത്തെ അതാ ഭയങ്കര ചേഞ്ചാണ്. അപ്പൊ ആദ്യ രാത്രിയിൽ അവരുടെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഡയലോഗ് പറയുന്നത്, അത് ഓർത്തിണക്കിയപ്പോഴത്തേക്ക് ഇനി സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഇത് ഒരിക്കലും കുഴക്കത്തില്ല. കണ്ടന്റ് മനസ്സിലായി. അല്ല ഈ ആദ്യ രാത്രി തന്നെ കയറി പിടിക്കണമെന്നൊന്നും കാര്യം എന്നാലേ വിജയിക്കത്തുള്ളൂ. പെൺകുട്ടികളെ നാണിപ്പിക്കുക, അവരെ ഇൻട്രസ്റ്റ് ആക്കുക. അത് ആൺകുട്ടികളാണെങ്കിലും ആദ്യ രാത്രി എന്ന് പറയുമ്പം എന്തായിരിക്കും അതല്ലേ പലർക്കും അറിയത്തില്ലല്ലോ. ഈ അറിയാത്തതിന്റെ ഒരു കാര്യം ഭാവന കൂടും. അതെ ഭാവന കൂടി. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു? പറയുമ്പോൾ തന്നെ ആദ്യ രാത്രിയിലെ ആദ്യ ഡയലോഗ് എന്തായിരിക്കും? കയ്യിൽ കൊടുത്ത ഡയലോഗ് എന്തുവായിരുന്നു ആദ്യ രാത്രിയിൽ? ആദ്യ രാത്രിയിൽ പാലും കൊണ്ട് വന്നിരിക്കാൻ നിന്റെ കയ്യിൽ ഒരു 5 രൂപ എടുക്കാനുണ്ടാ, 5 രൂപ എടുക്കാനുണ്ടാത്. ഇങ്ങനെ ആ സമയത്ത് ഗായത്രിയിലോ എങ്ങാണ്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗായിരുന്നു പ്രധാനം. അപ്പൊ അതിങ്ങോട്ട് കോർത്തിണക്കിയപ്പോഴത്തേക്ക് അത് നല്ല കണക്ട് ചെയ്തു. എനിക്കൊന്നാ ഈ മിമിക്രി തുടങ്ങിയ ശേഷമാണോ ബലൂണിലെത്തിയത് ആദ്യത്തെ സിനിമ? അതെ, ബലൂണിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലും അതും ഇതുമെല്ലാം ചെയ്തിട്ട് മിമിക്രി പ്രോഗ്രാമിന് പോയി തുടങ്ങിയിരുന്നു. ഒന്നാമത് കൊല്ലം കൂടെ ആയതുകൊണ്ട് മുകേഷിനും വലിയ ഗ്രൗണ്ട് സപ്പോർട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട് മുകേഷ് വേദിയിലേക്ക് കയറുമ്പോൾ തന്നെ കയ്യടി. അപ്പോൾ പിന്നെ ഈ 1ാം സമ്മാനം അനൗൺസ് ചെയ്തപ്പോഴൊക്കെ കയ്യടി. ഞാനപ്പം ജയദേവനോട് പറഞ്ഞു, മുറിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി ഈ ചെയർമാന്റെ ഭാരം മുഴുവൻ താങ്ങി നടക്കാം. ഇപ്പം അദ്ദേഹം നമ്മളോട് ഇല്ല. നമ്മൾ പറയുമ്പോൾ ജയദേവനോട് ഞാൻ പറഞ്ഞു, ഏതോ നീ കയറിയപ്പോൾ ഒരാൾ പോലും കൈയടിച്ചില്ല, ആ മുകേഷ് കയറിയപ്പോൾ കൈയടി കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഇനി മിമിക്രി പറയണമെന്നാന്നോട് അതിന്റെ അഭിപ്രായം എന്നുള്ള രീതി പുള്ളി ചോദിച്ചു. പക്ഷേ അത് പുള്ളി സമ്മതിച്ചു. കാരണം എന്ന് വെച്ചാൽ ആ SN കോളേജിന്റെ ഒരു പിൻബലവും അതിനുകൂടെ മുകേഷിന്റെ ലോക്കൽ സപ്പോർട്ടും എല്ലാം കൂടെ. ഞാനൊരു ശ്രീറാമനോട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒന്നിച്ച് ആകാശവാണി ജോലി ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ആദ്യം കാണുന്നത് ഇവിടെ വെച്ചല്ല, നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞു. മുകേഷ്, ഈ സാധാരണഗതിയിലെയും നമ്മൾ പൊതുവെ ഈ തമാശ പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ, ഈ ക്യാമറയ്ക്ക് പിന്നിൽ തമാശ മുകേഷ് ഒരുപാട് പറയുന്ന ആളാണ്. ഒരുപാട് കഥകൾ പറയുന്നു. മാത്രമല്ല എനിക്ക് വന്ന മുകേഷ് സ്പീക്കിംഗ് എന്നുള്ള സൈറ്റിൽ മറ്റേ കമന്റ് കിടപ്പുണ്ടല്ലോ, കഥ എഴുതാൻ MDയും കഥ പറയാൻ മുകേഷും. മുകേഷ് ഞെട്ടിയില്ലേ അത് വായിച്ചപ്പോ? അയ്യോ, ഭയങ്കര അപ്രിസിയേഷൻ ആയി പോയി. അത് ഒരു എടുത്താ പൊങ്ങാത്ത ഒരു അപ്രിസിയേഷനാണ്. കാര്യം MD കഥ എഴുതാൻ, അത് പിന്നെ ആൾക്കാർ പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷെ കഥ പറയാൻ മുകേഷും എന്നതിന്റെ കൂടെ പറഞ്ഞത്, അത് 1.5 മണിക്കൂർ ഉറങ്ങി കാണൂല ഇത് ഇങ്ങനെ ഒരു കമന്റ് വായിച്ചു കഴിഞ്ഞാൽ. ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, MD സാർ ഇത് അറിയരുത്. സാർ അറിഞ്ഞാൽ എന്തോ ആവുമോ എന്തോ. എനിക്കൊന്നാ ഈ മുകേഷിന്റെ ഈ യൂട്യൂബ് ചാനലിൽ മുകേഷ് സ്പീക്കിംഗ്, ആ ചാനലില് സന്ദർശകർ എങ്ങനെയുണ്ട്? സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നവര്. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ജെനുവിനായിട്ട് ഇത് കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മമ്മൂട്ടി മോഹൻലാലിനെ പറ്റിയൊക്കെ കഥകൾ പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, അവരുടെ കുഴപ്പങ്ങൾ പറ, അതാണ് കാര്യം അല്ലേ? ആളിടിച്ചു കയറും. ഞാൻ പറഞ്ഞ അതെന്റെ ലാസ്റ്റ് ശ്വാസം. പിന്നെ അതോടെ പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടു വരും. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നെഗറ്റീവ് വിട്ടിട്ട് ആൾക്കാർ പോസിറ്റീവിലേക്ക് വരണം, നർമ്മത്തിലേക്ക് വരണം. അതിനും ആൾക്കാരുണ്ടാകണം എന്നുള്ളത് പൂർണ്ണ ഒരു വിജയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പല സന്ദർഭങ്ങളിലും. പക്ഷെ കാണുന്നവര് അത് അഡിക്റ്റായി, അവർ നിർത്തരുതേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇവരൊന്നും സഞ്ചരിക്കാത്ത വഴികളിൽ അതിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാം ഞാൻ പോയി കണ്ടതല്ല, കേട്ടതും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ ടോപ്പ് സിംഗറിൽ മുകേഷ് കുറച്ചു കാലം അതിഥിയായിട്ട് വന്നു, അവിടെ ജഡ്ജായിട്ട് വന്നു. അപ്പം മുകേഷ് റിപ്പീറ്റേഷൻ ഇല്ലാതെ കുറേ കഥകൾ പറഞ്ഞു, ഇത്രയും എപ്പിസോഡുകളിൽ കഥ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയും കഥകൾ കയ്യിലുണ്ട്, അതെങ്ങനെയാണ് ഇത്രയും? നിങ്ങൾ പുറത്ത് ഒരുപാട് കഥ പറയുന്നു, അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ പറഞ്ഞ കഥയൊന്നും പിന്നീട് പുറത്ത് പറയാനും പറ്റത്തില്ല. കാര്യം നമ്മളിപ്പോൾ രമേഷ് പിഷാരടിയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഈ TV വിളിച്ചാൽ വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്തറിയോ,
ഈ പുള്ളി പറയുന്നത് ആ പഴയ സാധനങ്ങളെ കയ്യിലുള്ളൂ. അത് വെച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ മുകേഷ് ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്തു. അല്ലെ, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മള് റെപ്പറ്റീഷൻ കിൽസ് എന്നുള്ളതാ. നമ്മള് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ആ ജനസിൽപ്പെട്ട ഒരു തമാശ അപ്പൊ പറയണം, ഒരു ഇൻസിഡന്റ് പറയണമെന്ന് പറഞ്ഞാൽ കുറെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പറയും. അതൊരു പ്രത്യേക തരത്തിലുള്ള അനുഗ്രഹം.